താലിയോഗം ഭാഗം 13. സ്റ്റോറി കേട്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പോകാം സ്റ്റോറിയിലേക്ക്. അവന്റെ മുഖം മാറി. സങ്കടവും ദേഷ്യവും അസ്വസ്ഥതയും ഒരുമിച്ച് നെഞ്ചിൽ കയറി നിന്നു. നന്ദ, ഫോൺ എടുക്കടാ, അവൻ അറിയാതെ പിറുപിറുത്തു. റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും വിളിച്ചു നോക്കി. ഇപ്പോഴും അതേ അവസ്ഥ. അവൾ ഫോൺ എടുക്കുന്നില്ല. അത് മനസ്സിലായ നിമിഷം അവന്റെ ക്ഷമ മുഴുവൻ പോയി. വേഗം ടേബിളിൽ കിടന്ന കാറിന്റെ കീ എടുത്തു. ഡോറ് ശക്തമായി തുറന്ന് പുറത്തേക്കിറങ്ങി. താഴെ ഹാളിലിരുന്ന അനന്തിക അത് കണ്ടു. പക്ഷേ ഇടയ്ക്കിടെ രാത്രി ഇങ്ങനെ എവിടേക്കെങ്കിലും പോകുന്നത് അവന് പതിവായതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല അവൾ. ടിവിയിലേക്ക് തന്നെ വീണ്ടും ശ്രദ്ധ തിരിച്ചു. അതേസമയം അർജുന്റെ ബ്ലാക്ക് BMW രാത്രി നന്ദിതയുടെ വീടിനെ ലക്ഷ്യമാക്കി പാഞ്ഞു പോവുകയായിരുന്നു. ആ രാത്രിയിൽ അവന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമുണ്ടായിരുന്നുള്ളൂ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ എന്ന്. റോഡിലെ ലൈറ്റുകൾ മുഴുവൻ പിന്നിലേക്ക് മറഞ്ഞു പോകുമ്പോഴും അവന്റെ കണ്ണുകൾ മുന്നിലെ വഴിയിലായിരുന്നു. പക്ഷേ മനസ്സ് മുഴുവൻ നന്ദിതയിലായിരുന്നു. വീണ്ടും ഫോൺ എടുത്ത് അവളെ വിളിച്ചു നോക്കി. റിങ് ചെയ്യുന്നു, പക്ഷേ എടുക്കുന്നില്ല. അവന്റെ കൈ സ്റ്റിയറിംഗിൽ കൂടുതൽ മുറുകി. നന്ദ, പ്ലീസ് ഫോൺ എടുക്കടാ. അവന്റെ ശബ്ദത്തിൽ ആദ്യമായി ഭയം നിറഞ്ഞു. അവൾ കരഞ്ഞിട്ടുണ്ടോ? എന്തിന്? വീട്ടിലാരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞോ? ഇനി നന്ദൻ എന്തെങ്കിലും? അവന്റെ ഓരോ ചിന്തകളും അവന്റെ നെഞ്ച് പൊള്ളിക്കുന്നതായിരുന്നു. അതേസമയം നന്ദിത മുറിയിലെ ജനാൽക്കരയിൽ നിൽക്കായിരുന്നു. പുറത്ത് ചെറിയ മഴ തുടങ്ങി. ജനാല കണ്ണാടിയിൽ മഴത്തുള്ളികൾ വീണ് ഒലിച്ചുകൊണ്ടിരുന്നു. അവളുടെ കൈകളിൽ അപ്പോഴും അർജുന്റെ ഗോൾഡൻ ഷർട്ട് ഉണ്ടായിരുന്നു. അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ കണ്ണടച്ചു. അപ്പോഴാണ് ഫോൺ വീണ്ടും വൈബ്രേറ്റ് ചെയ്യുന്നത്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട നിമിഷം അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അച്ചുവേട്ടൻ. ഫോൺ എടുക്കാൻ കൈ നീണ്ടു. പക്ഷെ അടുത്ത നിമിഷം ഗായത്രിയുടെ വാക്കുകൾ വീണ്ടും ചെവിയിൽ മുഴങ്ങി. ഇനിയും അവനെ കണ്ടാലോ വിളിച്ചാലോ നിങ്ങളുടെ ഫോട്ടോസ് മുഴുവൻ പുറത്താകും. വിറച്ച് അവൾ കൈ പിൻവലിച്ചു. ഫോൺ റിങ് നിന്നു. അവളുടെ നെഞ്ച് പൊട്ടുന്ന പോലെ തോന്നി. ക്ഷമിക്കണേ അച്ചുവേട്ടാ, അവൾ പതിയെ കരഞ്ഞുകൊണ്ട് സ്വയം പറഞ്ഞു. അതേസമയം വീടിന് പുറത്ത് ഒരു കാറ് ബ്രേക്കിടുന്ന ശബ്ദം കേട്ടു. നന്ദിത ഞെട്ടി. ജനാലയിലൂടെ താഴേക്ക് നോക്കി. കറുത്ത BMW. അർജുൻ. അവളുടെ ശ്വാസം നിൽക്കുന്നത് പോലെ തോന്നി. അവളുടെ ശരീരം മുഴുവൻ വിറയ്ക്കുന്നത് പോലെ തോന്നി. അവൾക്ക് കൈകൾ തണുത്തു. നെഞ്ചിനുള്ളിൽ ഹൃദയം അതിവേഗം മിടിച്ചുകൊണ്ടിരുന്നു. താഴെ അച്ഛനും അമ്മയും ഉറങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. യാത്രാക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞ് നേരത്തെ തന്നെ അവർ മുറിയിലേക്ക് പോയിരുന്നു. അവൾ വീണ്ടും ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. കാറിൽ നിന്നും പുറത്തിറങ്ങിയിട്ടില്ല അവനെന്ന് കണ്ടതും അവൾ പെട്ടെന്ന് ബെഡിൽ കിടന്നിരുന്ന ഫോൺ കയ്യിലെടുത്തു. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അവൾ ഫോൺ എടുത്തു. സ്ക്രീനിൽ തെളിഞ്ഞ അച്ചുവേട്ടൻ എന്ന പേര്. 22 മിസ്ഡ് കോൾ കണ്ടതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് അവൾ കോൾ ബട്ടൺ അമർത്തി. അതേസമയം നന്ദിതയുടെ വീടിന്റെ പുറത്തായി കാർ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു അർജുൻ. സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ചിരുന്ന അവന്റെ കൈകളിൽ പോലും ദേഷ്യം കാണാമായിരുന്നു. അവൾ ഫോൺ എടുക്കാതിരുന്നത് മുതൽ അവന്റെ മനസ്സ് മുഴുവൻ അസ്വസ്ഥമായിരുന്നു. അപ്പോൾ അവന്റെ കയ്യിലിരുന്ന ഫോൺ റിങ് ചെയ്തു. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട നിമിഷം അവന്റെ കണ്ണുകൾ കടുപ്പമായി. അവൻ പെട്ടെന്ന് കോൾ എടുത്തു. നീ എവിടെയായിരുന്നു നന്ദ? അവന്റെ ശബ്ദത്തിൽ അടക്കി വെച്ച ദേഷ്യം വ്യക്തമായിരുന്നു. അച്ചുവേട്ടൻ എന്ത് ഇവിടെ? അവൾ ഭയത്തോടെ ചോദിച്ചു. ഓ, അവൻ പരിഹാസത്തോടെ ചിരിച്ചു. അപ്പോ ഞാൻ വന്നത് നീ കണ്ടു, അതുകൊണ്ടാണ് ഈ വിളി അല്ലേ? അവൾ മിണ്ടിയില്ല. എത്ര നേരമായി ഞാൻ നിന്നെ വിളിക്കുന്നത്? നീ എന്താ ഫോൺ എടുക്കാതിരുന്നത്? അത് പിന്നെ അച്ചുവേട്ടാ, ഞാൻ എന്ത് പറയണം എന്നറിയില്ലായിരുന്നു അവൾക്ക്. കണ്ടില്ല എന്ന് നീ പറയണ്ട. അവൻ അവളെ തടഞ്ഞു. നീ കണ്ടു, എനിക്കുറപ്പാണ്. അവളുടെ ശ്വാസം വേഗത്തിലായി. ഞാൻ അങ്ങോട്ട് വരാണ്. എനിക്ക് നിന്നോട് സംസാരിക്കണം. അച്ചുവേട്ടാ, വേണ്ട, അവൾ വേഗം പറഞ്ഞു. അച്ഛനും അമ്മയും നന്ദനും ഒക്കെയുണ്ട്. ആരെങ്കിലും കണ്ട പ്രശ്നമാകും. ആര് കണ്ടാലും എനിക്ക് പ്രശ്നമില്ല നന്ദ. അപ്പോൾ അവന്റെ ശബ്ദം ഉയർന്നു. എനിക്ക് നിന്നോട് സംസാരിക്കണം. എന്താണ് നിനക്ക് പറ്റിയതെന്നറിയണം. ഞാൻ ഇത്രയും നേരം അനുഭവിച്ച ടെൻഷൻ അത് എത്രയാണെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവന്റെ ശ്വാസഗതി ഉയരുന്നത് അവൾക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. അവളുടെ നെഞ്ച് ഒന്ന് പിടഞ്ഞു. നന്ദ, വാ, വന്ന് വാതിൽ തുറക്ക്. ഞാൻ വരില്ല. നീ വരില്ലല്ലോ, ഉറപ്പല്ലേ? അവൻ ശാന്തമായി ചോദിച്ചു. അവൾ മിണ്ടാതെ നിന്നു. ശരി. അവൻ പല്ല് കടിച്ചു. ഇവിടെ വരെ എനിക്ക് ഈ രാത്രി എത്താൻ പറ്റിയെങ്കിൽ പിന്നെ അങ്ങോട്ട് വരാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് വരാണ്. അത്രയും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. അയ്യോ അച്ചുവേട്ടാ, വേണ്ട. അവൾ പറഞ്ഞെങ്കിലും കോൾ ഇതിനകം കട്ടായിരുന്നു. അവിടെ കാറിന്റെ ഡോർ അടയ്ക്കുന്ന ശബ്ദം അവൾ കോൾ കട്ടാകുന്നതിന് മുമ്പ് കേട്ടിരുന്നു.
അവൾ വേഗം ഫോൺ ബെഡിലേക്ക് എറിഞ്ഞു. ഹൃദയം നിയന്ത്രണം വിട്ട് മിടിക്കുകയായിരുന്നു. വേഗത്തിൽ അവൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പടികൾ ഇറങ്ങി താഴേക്ക് ചെന്നു. ഹാളിലെ ലൈറ്റുകളെല്ലാം ഓഫായിരുന്നു. മുൻവശത്തെ ചെറിയ ലൈറ്റ് മാത്രം കത്തുന്നുണ്ടായിരുന്നു. അവൾ പതിയെ വാതിലിന്റെ അടുത്തേക്ക് നടന്നു. കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പതിയെ വാതിൽ തുറന്നു. വാതിൽ തുറന്ന നിമിഷം തൊട്ടുമുന്നിൽ അർജുൻ. ടീഷർട്ടും ട്രാക്ക് പാൻറ്റുമാണ് വേഷം. കണ്ണുകളിൽ ദേഷ്യം പേടിയും നിറഞ്ഞ്. അച്ചുവേട്ടാ, അവൾ അത്രേ പറഞ്ഞുള്ളൂ. അടുത്ത നിമിഷം അവൻ അവളെ പൊക്കിയെടുത്തിരുന്നു. അച്ചുവേട്ടാ, അവൾ ഞെട്ടി. അവന്റെ തോളിൽ പിടിച്ചു. പക്ഷേ അവനൊന്നും പറഞ്ഞില്ല. ഒരു കൈ കണ്ട് അവളെ തോളിലേക്ക് ചേർത്ത് കിടത്തിക്കൊണ്ട് അവൻ അകത്തേക്ക് കയറി. പിന്നെ വാതിലടച്ച് കുറ്റിയിട്ടു. ശേഷം അവളെ എടുത്തുകൊണ്ട് തന്നെ പടികൾ കയറി മുകളിലേക്ക് നടന്നു. അവളുടെ ഹൃദയം ഓരോ നിമിഷവും ശക്തമായി മിടിക്കുന്നുണ്ടായിരുന്നു. റൂമിലെത്തിയതും അവൻ ഡോർ അടച്ച് കുറ്റിയിട്ടു. അടുത്ത നിമിഷം അവളെ കൊണ്ടുവന്ന് ബെഡിലിട്ടു. അച്ചുവേട്ടാ, അവൾ പറയുന്നതിന് മുമ്പ് തന്നെ അവൻ രൂക്ഷമായി അവളെ നോക്കി. ബെഡിൽ നിന്നും പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന നന്ദിതയുടെ മുന്നിൽ അർജുൻ ദേഷ്യത്തോടെ തീ പോലെ നിന്നു. എന്താ നിന്റെ പ്രശ്നം? അവൻ പല്ല് കടിച്ചു. നീ എന്താ എന്റെ ഫോൺ എടുക്കാതിരുന്നത്? എനിക്ക് നല്ല തലവേദനയായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. അവൾ പറഞ്ഞതും അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു. സ്വന്തം ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കായിരുന്നു. അപ്പോഴാണ് ബെഡിലിരിക്കുന്ന തന്റെ ഗോൾഡൻ ഷർട്ട് അവന്റെ കണ്ണിൽപ്പെട്ടത്. പോയപ്പോൾ അവൻ തന്നെ മടക്കി അലമാരയിൽ വെച്ച ഷർട്ടും മുണ്ടും. അവൾ അതെടുത്ത് നെഞ്ചോട് ചേർത്തിരുന്നു എന്ന് മനസ്സിലാക്കാൻ അവന് അധികം സമയം വേണ്ടി വന്നില്ല. അവൻ വീണ്ടും അവളെ നോക്കി. ഓ, അപ്പോൾ തലവേദനയെടുത്ത് നീ ഉറങ്ങിപ്പോയി അല്ലേ? അവൾ മിണ്ടാതെ നിന്നു. എന്നിട്ട് ഞാൻ വന്നത് നീ എങ്ങനെ കണ്ടത്? അവൾ കണ്ണുകൾ താഴ്ത്തി. ഇന്ന് ഞാൻ നിന്നെ കണ്ടതിന് ശേഷം നീ എന്നെ വിളിച്ചിട്ടില്ല. അവന്റെ ശബ്ദം ഇപ്പോ വേദന നിറഞ്ഞതായിരുന്നു. നീ എന്നെ മറന്നോ? അല്ല, അവൻ തന്നെ തുടർന്നു. നീ എന്നെ മറന്നിട്ടില്ല. കാരണം ഈ ഷർട്ട് നീ കയ്യിലെടുത്തപ്പോഴെങ്കിലും എന്നെ ഓർത്തിട്ടുണ്ടാകും. അവൻ ബെഡിലിരിക്കുന്ന അവളുടെ അടുത്തേക്ക് വന്നു. പറ നന്ദ, എന്താ പ്രശ്നം? ഞാൻ ഉറങ്ങിപ്പോയി. അവൾ പറഞ്ഞതും അടുത്ത നിമിഷം അവൻ അവളെ ബെഡിൽ നിന്നും വലിച്ചെഴുന്നേൽപ്പിച്ച് അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. അവളെയും കൊണ്ട് പുറകിലേക്ക് നടന്നു. കള്ളം പറയരുത്. അവൻ അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി. നിനക്കറിയാവുന്നതല്ലേ നീ കള്ളം പറയുന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്ന്. അവന്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിലേക്ക് തറച്ചു നിന്നു. സത്യം പറ നന്ദ, എന്താ പ്രശ്നം? അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. കണ്ണുകൾ നിറഞ്ഞു. ചൂടുള്ള കണ്ണുനീർ അവന്റെ കൈയിലേക്ക് വീണു. അതറിഞ്ഞ നിമിഷം അവൻ പെട്ടെന്ന് കൈ പിൻവലിച്ചു. പിന്നെ തിരിഞ്ഞു നിന്നുകൊണ്ട് രണ്ട് കൈകൊണ്ടും സ്വന്തം മുടി പിന്നിലേക്ക് പിടിച്ചു വലിച്ചു. കണ്ണുകൾ മുറുക്കി അടച്ചു. ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൻ. അതേസമയം ഭിത്തിയിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് നന്ദിത കരഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് അർജുൻ തിരിഞ്ഞു നിന്നു. ഞാൻ ചത്തോ ഇങ്ങനെ കിടന്ന് കരയാൻ? ആ കേട്ട നിമിഷം അവളുടെ നെഞ്ചിൽ ഒരു വേദന തോന്നി. അടുത്ത നിമിഷം അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവൻ അനങ്ങാതെ നിന്നു. അവളെ ചേർത്ത് പിടിക്കാൻ കൈകൾ പൊങ്ങിയില്ല. പക്ഷേ അവൾ അവനെ കൂടുതൽ മുറുകെ പിടിച്ചു. മുഖം അവന്റെ കഴുത്തിലേക്ക് ചേർത്തു. അവളുടെ ചൂടുള്ള ശ്വാസം അവന്റെ കഴുത്തിൽ തട്ടിക്കൊണ്ടിരുന്നു. അവളുടെ കരച്ചിലിന്റെ വിറയൽ മുഴുവൻ അവന് അനുഭവിക്കാനായി. ആ നിമിഷം അറിയാതെ തന്നെ അർജുന്റെ കൈകളും അവളെ വാരിപ്പുണർന്നു. വളരെ മുറുകെ, അവളെ വിട്ടുകൊടുക്കില്ല എന്ന പോലെ. അല്പസമയത്തിന് ശേഷം അവൻ അവളെ പതിയെ അവനിൽ നിന്നും അടർത്തി. അവളുടെ മുഖം അവൻ രണ്ട് കൈക്കുമ്പിളിലും എടുത്തു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. പറ, എന്താ നീ കുറച്ചു നേരത്തെങ്കിലും എന്നെ അവോയ്ഡ് ചെയ്തത്? അവൻ ചോദിച്ചു. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. പറ നന്ദ, എന്താ പ്രശ്നം? അർജുൻ വീണ്ടും ചോദിച്ചു. അവൾ അവനെ നോക്കാതെ കണ്ണുകൾ താഴ്ത്തി നിന്നു. പിന്നെ പതിയെ അവന്റെ ഷർട്ട് മുറുക്കി പിടിച്ചു. എനിക്ക് പേടിയാകുന്നു അച്ചുവേട്ടാ. എന്തിന്? നിങ്ങളെ ഇത്രയേറെ മിസ് ചെയ്യാൻ തുടങ്ങുമെന്ന് ഞാൻ കരുതിയില്ല. അവനൊന്നും മിണ്ടാതെയായി. നിങ്ങൾ പോയത് മുതൽ ഈ റൂം മുഴുവന് ശൂന്യമായതുപോലെ തോന്നി. എനിക്ക് ഈ റൂമിലേക്ക് വന്നു കയറിയപ്പോൾ മുതൽ വല്ലാത്ത സങ്കടമായിരുന്നു. ഞാൻ കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും നിങ്ങളെയായിരുന്നു ഓർമ്മ വന്നത്. അവളുടെ ശബ്ദം ഇടറിയിരുന്നു. അതുകൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നത്. നിങ്ങളോട് സംസാരിച്ച വീണ്ടും നിങ്ങളെ കാണണമെന്ന് തോന്നും. അതൊന്നും സഹിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് അർജുന്റെ കണ്ണുകളിലെ ദേഷ്യം പതിയെ അലിഞ്ഞുപോയി. അർജുൻ അവളെ കവളിൽ പതിയെ ചുംബിച്ചു. ആ സ്പർശനത്തിൽ പോലും അവന്റെ പേടി, സ്നേഹം, കരുതൽ അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതായിരുന്നോ കാരണം? അവൻ വീണ്ടും അവളെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. അതാണോ നീ എന്നെ ഇത്രയും ടെൻഷനാക്കിയത്?
നന്ദിത ഒന്നും മിണ്ടാതെ അവനെ നോക്കി നിന്നു. അർജുൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. പിന്നെ അവളെ നെറ്റിയിൽ നെറ്റി ചേർത്ത് നിന്നു. ഞാൻ എവിടെ പോകാനോ നന്ദ? അവന്റെ ശബ്ദം വളരെ മൃദുവായിരുന്നു. നിനക്ക് എന്നെ കാണുമെന്ന് തോന്നുമ്പോ ഇതുപോലെ മിണ്ടാതെ ഞാൻ വിളിച്ച ഫോൺ എടുക്കാതെ ഇരിക്കുകയാണോ വേണ്ടത്? എന്നോട് പറഞ്ഞാ പോരെ? ഞാൻ ഞാൻ വരില്ലേ എന്റെ പെണ്ണിനെ കാണാൻ? നീ ഒരു വാക്ക് പറഞ്ഞ ലോകത്തിന്റെ ഏത് കോണിലായാലും ഞാൻ നിന്റെ മുന്നിലെത്തും. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പിന്നെ നീ പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ കാത്തിരിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ നേരത്തെ വന്ന് സംസാരിക്കുമായിരുന്നില്ലേ നിന്റെ അച്ഛനോടും അമ്മയോടും? എന്നൊരു കാര്യം ചെയ്യാം, ഈ നിമിഷം ഞാൻ താഴേക്ക് പോയി അച്ഛനോടും അമ്മയോടും നന്ദനോടും സംസാരിക്കട്ടെ. എന്നിട്ട് അവനൊന്ന് നിർത്തി. പിന്നെ അവളുടെ മുഖം 2 കൈകളിലും എടുത്തു. നാളെ രാവിലെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് നിന്നെ താലി കെട്ടി ഈ അർജുൻ ദേവരയ്യരുടെ ഭാര്യയായി നിന്നെ കൊണ്ടുപോട്ടെ. അത് കേട്ടതും അവളുടെ ഹൃദയം ഒന്ന് വിറച്ചു. മിസ്സിസ് അർജുൻ ദേവരയ്യറാവാൻ തയ്യാറാണോ? അവൻ അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നാണത്തിലും പ്രണയത്തിലും താഴ്ന്നു. നിന്റെ ഒരു വാക്ക് മതി, ഞാൻ ഇപ്പൊ തന്നെ നിന്നെ കൊണ്ടുപോകും. പിന്നെ നിനക്ക് എന്നെ മിസ് ചെയ്യേണ്ടി വരില്ല. അവൻ ചെറിയൊരു പുഞ്ചിരിയോടെ ചോദിച്ചു. അവൾ അപ്പോഴും അവനെ തന്നെ, അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കായിരുന്നു. എനിക്ക് പിന്നെ നിന്നെ മിസ് ചെയ്യില്ലല്ലോ അല്ലേ? നന്ദിത പതിയെ അവനെ നോക്കി. നീ ഇല്ലാതെ ഞാൻ സുഖമായി ഉറങ്ങുകയായിരുന്നല്ലോ അല്ലേ? നിന്നെ മിസ് ചെയ്യാത്തത് കൊണ്ടാണല്ലോ ഈ രാത്രിയില് ഞാനിവിടെ ഓടി വന്നത്. അവൻ പറയുന്നത് കേട്ടപ്പോൾ അതുവരെ അടക്കി വെച്ചിരുന്ന അവനോടുള്ള സ്നേഹം അവളുടെ കണ്ണുകളിൽ നിറഞ്ഞൊഴുകി. പെട്ടെന്നവൾ അവളുടെ കവിളിൽ പിടിച്ചിരുന്ന അവന്റെ കൈ തട്ടി മാറ്റി. അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. സോറി. അവളുടെ ശബ്ദം വിറച്ചു. സോറി അച്ചുവേട്ടാ. എന്തിനാ ഇപ്പോ സോറി പറയുന്നത്? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ഫോൺ എടുക്കാതിരുന്നതിന്. അതുകൊണ്ടല്ലേ എന്റെ നന്ദൂട്ടി എന്നെ ഭ്രാന്തനാക്കിയത്? അവൻ അവളുടെ മുടിയിലൂടെ വിരലോടിച്ചു. എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു അച്ചുവേട്ടാ. എന്തിനാ? നമ്മൾ കോളേജ് പിള്ളേരൊന്നും അല്ല നന്ദ. ഞാനൊരു അഡ്വക്കേറ്റും നീ ഒരു കോളേജ് അധ്യാപികയുമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ വിവാഹം കഴിക്കാം. ആരാണ് നമ്മളെ എതിർക്കുന്നത്? സ്വന്തം വീട്ടുകാർക്ക് പോലും എതിർക്കാൻ പറ്റില്ല. പിന്നെ ഈ ലോകത്തുള്ള ആദ്യത്തെ സംഭവമൊന്നുമല്ല. നിന്റെ ഒരാളുടെ വാശി കൊണ്ടാണ് ഞാനിപ്പോ ഈ രാത്രി ഇങ്ങോട്ട് വരേണ്ടി വന്നത്, അറിയാലോ? അല്ലെങ്കിൽ ഇപ്പോ എന്റെ ചൂടേറ്റ് എന്റെ നെഞ്ചിൽ കിടന്ന് എന്റെ വീട്ടില് എന്റെ മുറിയിൽ കിടന്നുറങ്ങേണ്ട പെണ്ണ. അവൾ കുറ്റബോധത്തോടെ അവനെ നോക്കി. ഇനി ഇങ്ങനെ ചെയ്യുവോ? അവൻ ചോദിച്ചു. അവൾ വേഗം തലകുലുക്കി. ഇല്ല. ഞാൻ എപ്പോ വിളിച്ചാലും ഫോൺ എടുക്കോ? എടുക്കാം. എനിക്ക് കാണണമെന്ന് തോന്നിയാ എൻ്റെ അടുത്തേക്ക് വരുമോ? വരും. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. കുറച്ചുകൂടി അടുത്ത് നിന്നു. അവളെ ഇടുപ്പിലൂടെ ചേർത്ത് നിർത്തി. എനിക്ക് നിന്നെ വേണമെന്ന് തോന്നിയാല്. ആ ചോദ്യം കേട്ടതും അവളെ ശ്വാസമൊന്നു മുട്ടി. കണ്ണുകൾ അറിയാതെ താഴ്ന്നു. അർജുൻ പതിയെ അവളുടെ താടി ഉയർത്തി. പറഞ്ഞെന്താ? അവൾ നാണത്തിൽ അവന്റെ നെഞ്ചിൽ ചെറുതായി അടിച്ചു. വേണ്ട, എനിക്ക് വേണം. അവന്റെ ശബ്ദം താഴ്ന്നിരുന്നു. അച്ചുവേട്ടാ, അവൾ വിറയിലോടെ വിളിച്ചു. അടുത്ത നിമിഷം അവൻ അവളെ വീണ്ടും കൈകളിലേക്ക് കോരിയെടുത്തു. അവൻ അവളുടെ മുഖത്തോട് മുഖം ചേർത്ത് ചോദിച്ചു. എനിക്ക് നിന്നെ ഇപ്പോൾ വേണം. അവളെ കവിളുകൾ ചുവന്നു. അതെ നന്ദ, എനിക്കിപ്പോൾ വേണം. അവൻ ചെവിയുടെ അരികിൽ പതിയെ പറഞ്ഞതും നന്ദിത കണ്ണുകളടച്ച് അവന്റെ നെഞ്ചിലേക്ക് വീണ്ടും മുഖമൊളിപ്പിച്ചു. അർജുൻ അവളെ ബെഡിലേക്ക് പതിയെ കിടത്തി. അവളുടെ മേലിൽ നിന്നും അവൻ മാറിയില്ല. അവന്റെ കണ്ണുകളിലെ പ്രണയത്തിന്റെ ആഴം കണ്ട് നന്ദിതയുടെ ശ്വാസമൊന്ന് വിളങ്ങി. പുറത്ത് മഴയുടെ ശബ്ദം കൂടിക്കൂടി വന്നു. ജനാലപ്പടിയിലൂടെ ഒലിച്ചിറങ്ങുന്ന വെള്ളത്തുള്ളികൾ പോലെ അവളുടെ ഉള്ളിലെ പ്രണയം പെയ്തു നിറയുകയായിരുന്നു. അവൻ അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ കാതോരത്തേക്ക് വകഞ്ഞു മാറ്റി. വിരലുകളുടെ ആ സ്പർശം പോലും അവളിൽ ഒരു മിന്നൽ പിണർ പായിച്ചു. എത്ര നാളായി ഞാൻ ഈ മുഖം മാത്രം മനസ്സിൽ കണ്ട് നടക്കുന്നു. അർജുന്റെ ശബ്ദം ഒരു മന്ത്രണം പോലെ അവളുടെ കാതുകളിൽ പതിച്ചു. അവൻ പതിയെ താഴ്ന്ന് അവളെ നെറ്റിയിൽ ചുണ്ടമർത്തി. ആ ചുംബനം നീണ്ടു നിന്നു. അതിൽ ആ രാത്രിയുടെ മുഴുവൻ ആകുലതകളും ദേഷ്യവും അലിഞ്ഞ് ഇല്ലാതായി. നന്ദിതയുടെ കൈകൾ അറിയാതെ അവന്റെ തോളിൽ മുറുകി. അവളുടെ ഹൃദയമിടിപ്പ് അർജുന് വ്യക്തമായി കേൾക്കാമായിരുന്നു. അവൻ അവളുടെ കവളിലൂടെ വിരലോടിച്ച് പതിയെ അവളുടെ ചുണ്ടുകളിലേക്ക് അടുത്തു. അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞു. ചുണ്ടുകൾ തമ്മിൽ ചേർന്ന നിമിഷം അവർക്കിടയിലെ ലോകം മുഴുവൻ സ്തംഭിച്ചു പോയതുപോലെ തോന്നി. വന്യമായ ദാഹത്തോടെയും അതേസമയം അത്രമേൽ ആർദ്രതയോടെയും അവൻ അവളെ ചുംബിച്ചു.
അവളുടെ ചുണ്ടുകളിൽ നിന്നും ഇറ്റുവീണ പ്രണയത്തിന്റെ മധുരം അവൻ ആവോളം നുകർന്നു. ചുംബനത്തിന്റെ ആഴത്തിൽ രണ്ടുപേരുടെയും ശ്വാസം ഇടറി. അർജുൻ പതിയെ മുഖമുയർത്തി അവളെ നോക്കി. അവളുടെ ചുണ്ടുകൾ ചുവന്ന് തൊടുത്തിരുന്നു. കണ്ണുകളിൽ പ്രണയത്തിന്റെ നനമുണ്ടായിരുന്നു. അവൻ അവളുടെ കുർത്തയുടെ ബട്ടൺസിലേക്ക് കൈകൾ നീട്ടി. അവന്റെ വിരലുകളുടെ ചൂട് അറിഞ്ഞതും അവളൊന്ന് പിടഞ്ഞെങ്കിലും അവനെ തടയാൻ അവൾക്കായില്ല. അവൾ പൂർണ്ണമായും അവന്റേത് മാത്രമാകാൻ ആഗ്രഹിച്ച നിമിഷമായിരുന്നു അത്. വസ്ത്രങ്ങൾ ഓരോന്നായി അകലുമ്പോഴും അവരുടെ കണ്ണുകൾ തമ്മിൽ കോർത്തു തന്നെ കിടന്നു. അവളുടെ വെളുത്ത ശരീരം ആ രാത്രിയുടെ നേർത്ത വെളിച്ചത്തിൽ കൂടുതൽ മനോഹരമായി തോന്നി. അർജുൻ അവളുടെ കഴുത്തിലേക്കും തോളെല്ലിലേക്കും തന്റെ ചുംബനങ്ങൾ പടർത്തി. അവന്റെ താടിയുടെ പരുക്കൻ സ്പർശനം അവളിൽ സുഖമുള്ളൊരു വിറയലുണ്ടാക്കി. അവൾ അവന്റെ മുടിയിഴകളിൽ വിരലുകൾ കോർത്തു പിടിച്ച് അവനിലേക്ക് കൂടുതൽ അടുത്തു. അച്ചുവിടാ. അവളുടെ ആദരങ്ങളിൽ നിന്നും ആ പേര് ഒരു നെടുവീർപ്പായി പുറത്തു വന്നു. അവൻ അവളെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് മൂളി. അവരുടെ ശരീരങ്ങൾ തമ്മിൽ ഒന്നായ ആ നിമിഷത്തിൽ പുറത്തെ മഴയുടെ ഇരമ്പൽ പോലും അവർ കേട്ടില്ല. വേദനയും സുഖവും ഒന്നിച്ചു ചേർന്ന നിമിഷം. നന്ദിത അവന്റെ തോളിൽ തന്റെ പല്ലുകൾ ആഴ്ത്തി. അർജുൻ അവളെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവളിലേക്ക് പ്രണയത്തിന്റെ സർവ്വ ഊർജവും പകർന്നു നൽകി. അവർ രണ്ടുപേരും ഒരൊറ്റ ശ്വാസമായി, ഒരൊറ്റ ശരീരമായി മാറി. പ്രണയത്തിന്റെ കടലിൽ അവർ ഒരുമിച്ച് തുഴഞ്ഞു. ഒടുവിൽ ആ സുഖമുള്ള തീരത്ത് അവർ ഒന്നിച്ച് അലിഞ്ഞു ചേർന്നു. ഏറെ നേരത്തിനു ശേഷം മുറിയിൽ വീണ്ടും ശാന്തത പടർന്നു. അർജുന്റെ നെഞ്ചിലേക്ക് തലവെച്ച് അവന്റെ കൈവലയത്തിനുള്ളിൽ നന്ദിത കിടന്നു. അവളുടെ വിരലുകൾ അവന്റെ നെഞ്ചിലെ രോമങ്ങളിൽ ചുറ്റിപ്പിണർന്നു കളിക്കുകയായിരുന്നു. അർജുൻ മറു കൈകൊണ്ട് അവളെ പുതപ്പിച്ചു കൊടുത്ത് അവളെ നെറ്റിയിൽ വീണ്ടും ചുംബിച്ചു. ഇനി പേടിയുണ്ടോ എന്റെ നന്ദൂട്ടിക്ക്? അവൻ അവളുടെ കാതിൽ ചോദിച്ചു. അവൾ തലയുയർത്തി അവന്റെ താടിയിൽ ഉമ്മ വെച്ചു. ഇല്ല, ഒട്ടുമില്ല. അച്ചേട്ടൻ കൂടെയുള്ളപ്പോൾ എനിക്കൊന്നിനെയും പേടിയില്ല. അവൻ അവളെ കൂടുതൽ മുറുകെ കെട്ടിപ്പിടിച്ചു. ആ രാത്രിയിൽ ആ മുറിയിൽ എല്ലാ ഭയങ്ങളെയും ഗായത്രിയുടെ ഭീഷണികളെയും മറന്ന് അവർ പ്രണയത്തിന്റെ പുതിയൊരു പുലരിയിലേക്ക് കണ്ണുകളടച്ചു. ഹായ്, അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത സ്റ്റോറിയുമായിട്ട് വേഗം വരാവേ. ബൈ.